ഹലോ, എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മുസോറിയിൽ നമ്മൾ ലൈബ്രറി ചോക്ക്, അതായത് മാൾ റോഡ്, അങ്ങോട്ട് ഒന്ന് നടക്കാൻ വേണ്ടി പോകട്ടോ. അത് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണ്. ബിൽഡിങ്ങിൻ്റെ എല്ലാം മുകളിലാട്ടോ പാർക്കിങ്ങുള്ള സ്ഥലം വളരെ കുറവാണ്. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു. അതാണ് ബെസ്റ്റ്. ഇതാ നമ്മളെ പഞ്ഞിമുട്ടായിൻ്റെ മുകളിൽ ഭയങ്കര ആൾക്കാരട്ടോ. ഞാൻ രാത്രി 1:30 അങ്ങനെ ഇതിലെ പാസ് ചെയ്ത് പോയിട്ട് രാത്രി കിടന്നുറങ്ങിയത്. പക്ഷെ അന്നേരം ഭയങ്കര ആളായിരുന്നു. മഹാത്മാഗാന്ധീൻ്റെ ഒരു നല്ലൊരു പ്രതിമ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിനോട് മുട്ടിയിട്ട് തന്നെ ഒരു ഗുരുദ്വാര ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ. എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയൊന്നുമില്ല, കാരണം വന്ന വഴിയിൽ ഇതിൽ അടിപൊളി സ്പോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് കേട്ടോ മുസോറി ലൈബ്രറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ലൈബ്രറി ചൗക്കുന്നതിൻ്റെ പേര് ഇവിടെ വന്നിട്ട് കേട്ടോ. മറ്റേ ഓരോ ഷോപ്പിൻ്റെ പേരിൻ്റെ നെയിമെല്ലാം കൊടുത്ത് കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രശ്നം വണ്ടി വെക്കാനൊരു സ്ഥലം കിട്ടൂല എന്നുള്ളതാണ്. നോ പാർക്കിംഗ് വെച്ചാൽ അപ്പം 2000 രൂപ ഫൈനാണ്. അതുകൊണ്ട് വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നടക്കുകയത്. ഇവിടെ വണ്ടി ഒന്നും വെക്കാൻ തീരെ സൗകര്യമില്ല. ഭയങ്കര ഇവിടെ നമ്മൾ കെംപ്റ്റി ഫാൾസിലേക്ക് പോയത്. പക്ഷെ അവിടെ വെള്ളമൊന്നും ഇല്ല കേട്ടോ, തീരെ വെള്ളമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയില്ല. നമ്മളൊരു ഹോണ്ടഡ് പ്ലേസിലേക്കാട്ടോ പോകുന്നത്. ഇവിടെ ഒരു മൈനിങ് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്, എത്ര കൊല്ലങ്ങളായി. അപ്പോൾ അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ് കുറേ വർഷങ്ങളായിട്ട്. 90കളിലാണ് ക്ലോസ് ചെയ്തതാണ്. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ വെച്ചിട്ടാണ്. ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്നൊക്കെയാണ് ഗൂഗിള് പറയുന്നത്. അവിടെ ഗൂഗിൾ അമ്മച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ മറ്റേ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാലും പോയി നോക്കാം. നമ്മളെന്തായാലും സോളയാണല്ലോ, ആരെങ്കിലും കിട്ടും നോക്കാലോ. യക്ഷിനെ കാണാൻ മൂന്നാണ്ടാന്ന് തോന്നുന്നു. മഴയാട്ടോ, വെള്ളം കയറുന്നുണ്ട്. മഴ എന്നൊക്കെ പറഞ്ഞാൽ കിടിലം പോലത്തെ മഴയാണ്. എന്തായാലും പോയി നോക്കാം. നന്നായി, ചൂടെടുത്ത് ഒന്ന് ഇതായത്. നല്ല മഴയുണ്ട്. ഞാനത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു ലൊക്കേഷൻ അന്വേഷിച്ച് നടന്ന് ലാസ്റ്റാണ് എനിക്ക് ആ ഒരു എസ്റ്റേറ്റ് കിട്ടിയത്. അത് കുറേ കൊല്ലമായിട്ട് പൂട്ടിയിട്ട സാധനം കേട്ടോ. അത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങോട്ട് വല്ല എൻട്രി എന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ടോയെന്ന് അറിയില്ല. പോയി നോക്കട്ടെ. എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. യഷ്കി നമ്മളെ പ്രേതാലയത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ കാണുന്നതാണ് പ്രേതാലയം. ഇവിടം വരെ എത്തി. അപ്പോൾ അവിടെ ഒരു ഫിലിം ഷൂട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പോകാൻ പറ്റില്ല. ആകെ അലമ്പായി. ചേടാ 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിട്ടോ. ഫുള്ളവരെ ബസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയാണ് കേട്ടോ സാധനം ഉള്ളത്. കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിങ് ചെയ്യും. മറ്റന്നാളെ കൊണ്ട് ഷൂട്ടിങ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒരു രാത്രി ക്യാമ്പ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. കിടലായിരിക്കും. വണ്ടി തന്ന് മഴയിലൊന്ന് പൊളിച്ചു സെറ്റ്. യക്ഷീനെ കിട്ടിയ വിഷമം, കിട്ടാത്ത വിഷമത്തിൽ ഞാനൊരു കട്ടൻ ചായ വെച്ച് കുടിക്കും കേട്ടോ. നല്ല മഴ, നല്ല കോട. മഴ അത്യാവശ്യം ചെറുങ്ങനെ തൂളുന്നുണ്ട്. കുറേ ആയില്ല മഴയെല്ലാം കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ മഴയെല്ലാം കൊണ്ടിരിക്കുക. ആ ചൂടുന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ഒരു സുഖമേ. കൊള്ളാം. ഉത്തരാഖണ്ഡ് കൊള്ളാം കേട്ടോ. പെട്ടെന്നാണ് ക്ലൈമറ്റെല്ലാം അങ്ങ് മാറിയത്. പിന്നെ നല്ല ചൂടായിരുന്നു, പെട്ടെന്ന് അങ്ങ് മഴയെല്ലാം പെയ്തു.
മിലിറ്ററിക്കാരുടെ ട്രെയിനിങ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് തോക്കും ലഗേജ് എല്ലാം തൂക്കിയിട്ട് അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റം കയറിപ്പിക്ക് ഇറക്കിപ്പോകും. ഇതന്നെ പരിപാടി കേട്ടോ. ഞാൻ നേരത്തെ പോകുമ്പോൾ കണ്ട്, ഇത് രണ്ടാമത് ഇപ്പോൾ ഇറങ്ങി. നേരത്തെ ഒരുത്തനെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടിന്, മറ്റേ യോധയിൽ ജഗതീനെ പൊക്കിയിട്ട് വരുന്ന പോലെ കൈയും കാലും തൂക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരുന്നുണ്ട്. ക്ഷീണം വന്ന് വീണതാന്ന് തോന്നുന്നു. ഇതെല്ലാം കാണുമ്പോൾ മിലിറ്ററി ഒന്നും വേണ്ടാ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് മലകളെല്ലാം കാണാൻ. ഈ മറ്റേ മൈനിങ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഉണ്ടായ സമയത്ത് ക്ലോസ് ചെയ്ത പോലും കേട്ടോ. കുറേ കയറിപ്പോയാലും വഴികളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യുക, കയറാൻ പറ്റിയില്ല. അങ്ങനെ മഴയെല്ലാം പോയി. ഇനി ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്പോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതും തേടിയില്ല യാത്ര കേട്ടോ. ഇവിടെ ഇടിഞ്ഞു പോകുന്ന പ്രശ്നമില്ലാണ്ട് നമുക്ക് എല്ലായിടത്തും പറ്റും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ക്യാമ്പ് ചെയ്യാൻ ഫസ്റ്റ് വന്ന സ്ഥലം ഇത് കേട്ടോ, ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഭയങ്കര പൈസ പെർ ഹെഡ് 200 റുപ്യ, പിന്നെ വണ്ടിക്ക് 1000 റുപ്യ വേണമെന്ന് പറഞ്ഞു. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. ഏതോ ഒരു റോഡിൽ കയറി കേട്ടോ, ഒരു ഹിഡൻ സ്പോട്ടാണ്. ഒരു മനുഷ്യനില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല സ്ഥലം നോക്കണം, മുകളിലേക്ക് കയറി നോക്കാം. കണ്ടിട്ട് വേറൊരു പ്രേതാലയം പോലെ ഉണ്ട്, എന്നാലും നോക്കാം. ഈ കാട്ടിലൊന്നും ഇല്ലാന്നാ പറയുന്നു, നോക്കാം. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. തൽക്കാലം ഇവിടെ ക്യാമ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സ്ഥലം കുഴപ്പമില്ലല്ലോ, പാറയുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. നമുക്കത് മതി, നമുക്ക് കിടന്നുറങ്ങിയാൽ മതിയല്ലോ. പഴയ ക്വാർട്ടേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ആളൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എല്ലാം അടച്ചുപൂട്ടിയ സാധനങ്ങളാ. വേറൊരു പ്രേതാലയം. ക്യാമ്പ് ചെയ്യാൻ അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 പിള്ളേരുണ്ട്, ഇവർ പൊളിഞ്ഞു പോകാനായ കേട്ടോ. റെന്റ് കാര്യമൊന്നും വേണ്ടല്ലോ. ആട്ടിയിട്ടിങ്ക എന്നെ കേറി പിടിച്ചേട്ടാ, ചളിയാക്കി. അയ്യോ, ഒന്നിന് കാലില്ല കേട്ടോ, പാവം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പോയ ആ ഒരു മൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ. റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് മേള് വരെയുണ്ട്, പക്ഷെ വണ്ടി പോകില്ല, നടന്നു പോകണമെന്നാണ് പറയുന്നത്. റോഡെല്ലാം ഇടിഞ്ഞു പോയതായിട്ട് അത്രയും കാലപ്പഴക്കം മുമ്പേ, പഴയ കാലത്തെ ഇത് ക്ലോസ് ചെയ്ത കേട്ടോ. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി നോക്കാം. എന്തായാലും ലൊക്കേഷൻ കൊള്ളാം, കുറേ ഉണ്ട് ഇവിടെ. എല്ലാ റോഡും വഴികൾ കുറേ ഉണ്ട്, ആൾക്കാർ നടന്ന് ട്രക്ക് ചെയ്ത് പോകാറുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ആ സ്ഥലം അത്ര സേഫ് അല്ല എന്നാണ് ഒരു നാട്ടുകാരെല്ലാം പറയുന്നത്. ഇവരോരോ വിശ്വാസങ്ങൾ, നാളെ മറ്റേ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ എന്താണ് കാരണം. നല്ല കോട, നല്ല തണുപ്പ്, അടിപൊളി. പശുവിൻ്റെ പോത്തിൻ്റെ അന്നിൻ്റെ എല്ല് കാണുന്നുണ്ട് കേട്ടോ. തലയെല്ലാം കട്ടിച്ച് പിരിക്കുന്നു. അങ്ങനെ നല്ല ചെമ്മീൻ കറി അച്ചാറെല്ലാം കൂട്ടി ചോളം എന്നിട്ടിതാ ഞാനിപ്പോൾ ക്യാമ്പ് ചെയ്യാൻ പോകട്ടോ. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ഞാൻ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തട്ടോ. സ്ഥലമെല്ലാം അടിപൊളിയാണ്, നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ക്വാർട്ടേഴ്സിൽ കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരു 3-4 ഫാമിലി ഉണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചു. ആ സമയത്ത് അവരിങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ആ പണ്ടത്തെ കാലത്ത് മൈനിങ് നടത്തുന്ന സമയത്ത് അന്നത്തെ ആൾക്കാർ നിന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. കുറേ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടച്ചിട്ടതുമായിട്ട്. അപ്പോൾ ഇവർ റെൻ്റൊന്നും കൊടുക്കണ്ടല്ലോ, അവരെങ്ങനെ വീടൊന്നും ഇല്ലാത്ത ആൾക്കാർ വന്ന് ഇവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് പണ്ട് ഇന്ദിരാഗാന്ധി ഉണ്ടായ കാലത്ത് ആ സമയത്ത് അടപ്പിച്ചാന്ന് പറഞ്ഞത് മൈനിങ്. പക്ഷെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, നമുക്ക് കുറേ കണ്ടു തീർക്കാനുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഫിലിം ഷൂട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല.
അങ്ങോട്ട് എൻട്രി ഇല്ല. ഞാൻ അങ്ങോട്ട് കയറ്റാൻ നോക്കി. അപ്പോൾ മറ്റേ ബോഡി ഗാർഡ് ടീമുണ്ട് അവിടെ. അവർ പറഞ്ഞു 2 ദിവസം കൂടി ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ എന്തായാലും കയറ്റി വിട്ടില്ല. നോക്കട്ടെ, 2 ദിവസം വെയിറ്റ് ചെയ്യൽ നഷ്ടമായിരിക്കും. പറ്റിയാൽ നമുക്ക് കാണാം. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും അടുത്ത കൊല്ലം ഞാൻ ബൈക്കും കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ക്യാമ്പ് ചെയ്യാം. എനിക്കൊന്ന് ക്യാമ്പ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇത്രയ്ക്കും മറ്റേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. ഒരു ട്രൈ നടത്താമെന്ന് വിചാരിച്ചാൽ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. എന്തായാലും അടുത്ത ട്രിപ്പിലായാലും നമുക്ക് കവർ ചെയ്യാം. കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. ഇനി അങ്ങോട്ടുള്ളതും ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട്. ലഡാക്ക് സൈഡിലെ കുറച്ച് വീഡിയോ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വളരെ അടിപൊളി വീഡിയോസ് ആയിരിക്കും. കാരണം ഏപ്രിൽ ടൈമിൽ അത്രയ്ക്ക് മഞ്ഞുള്ള സമയത്താണ് ഞാൻ പോയത്. കുറേ നാൾ അവിടെ ഇവിടെ പെട്ട് കിടന്ന് കഷ്ടപ്പെട്ട് പോയതാണ്. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്കിപ്പം ലാപ്ടോപ്പിലേക്ക് മാറ്റാനോ ഫോണിലേക്ക് മാറ്റാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ അതെന്തായാലും സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇടാം. ഇപ്പം എന്തായാലും അങ്ങോട്ട് മുന്നോട്ടുള്ള വീഡിയോസ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും ഡെയിലി കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്.